നീതിയാണ് അലി റളിയല്ലാഹു അൻഹു ലോകത്തിന് കാഴ്ചവെച്ച ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. നമുക്കറിയാം ചരിത്രം. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പടയങ്കി മോഷണം പോയി. അതൊരു ജൂതന്റെ അടുക്കലാണുള്ളതെന്ന് അലി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി കൃത്യമായിട്ട് അറിയാം. ഖലീഫ മോഷ്ടാവിനെതിരെ നേരിട്ട് നടപടിയൊന്നും എടുത്തില്ല. അത് ചെയ്യാമായിരുന്നു, പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ല. പകരം ഖലീഫ ന്യായാധിപന്റെ മുമ്പിൽ സാധാരണക്കാരനെ പോലെ പരാതി ബോധിപ്പിക്കുകയാണ് ചെയ്തത്. ജൂതന്റെ കൈവശമുള്ള തന്റെ പടയങ്കിയാണെന്ന് കൃത്യമായ വിവരം അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടും ന്യായാധിപന്റെ മുമ്പിലേക്കാണ് പോയത്. വേണമെങ്കിൽ ഭരണാധികാരിക്ക് എന്താണ് നീ എന്റെ പടയങ്കി എടുത്ത് നടക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു, പക്ഷെ ചോദിച്ചില്ല. ന്യായാധിപന്റെ അടുക്കലേക്കാണ് പരാതി പോകേണ്ടത് എന്ന ന്യായമായ കാര്യമാണ് അലി റളിയല്ലാഹു അൻഹു ചെയ്തത്. സഹോദരങ്ങളെ, പടയങ്കി തന്റേതാണെന്നും ജൂതൻ അത് മോഷ്ടിച്ചതാണെന്നും തെളിയിക്കാൻ അലി റളിയല്ലാഹുവിന്റെ അടുക്കൽ ബാഹ്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ള തെളിവ് തന്റെ മകന്റെ സാക്ഷ്യമായിരുന്നു, ഹസന്റെ സാക്ഷ്യമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു നിയമിച്ച ഖാദിയാണ് ഖാദി ഷുറൈഹ് പറഞ്ഞു, ഇല്ല, മകന്റെ സാക്ഷ്യം സ്വീകരിക്കൂല. പിതാവിന്റെ കാര്യത്തിൽ കോടതി മകന്റെ സാക്ഷ്യം സ്വീകരിക്കൂല. അങ്ങനെ ജൂതന് നൽകുകയാണ് പടയങ്കി. ജൂതൻ അർഹതപ്പെടാത്ത, അവകാശപ്പെടാത്ത പടയങ്കി. ന്യായങ്ങൾ, ബാഹ്യമായ തെളിവുകൾ സമർപ്പിക്കാൻ സാധ്യമാവാത്തത് കൊണ്ട് ജൂതന് ലഭിക്കുകയാണ്. ജൂതൻ ഇത് കിട്ടി തിരിച്ചു പോകുമ്പോ ജൂതന് തന്നെ ഒരു മനം മാറ്റം ഉണ്ടാവുകയാണ്. ജൂതൻ ചിന്തിച്ചു, ഇത് പ്രവാചകന്മാരുടെ ദീനല്ലെങ്കിൽ മറ്റെന്താണ്? ഭരണാധികാരി തന്നെ നിയമിച്ച ഖാദി ഷുറൈഹ് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷമായ തെളിവുകൾ ഇല്ലാതെ വരുമ്പോ ഭരണാധികാരിക്കെതിരെ വിധിക്കുക, ഇത് പ്രവാചക മതത്തിലല്ലാതെ കാണുക സാധ്യമല്ല. അങ്ങനെ അദ്ദേഹം ഷുറൈഹിന്റെ കോടതിയിലേക്ക് തിരിച്ചു പോവുകയും പടയങ്കി ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് ചരിത്രം. സഹോദരങ്ങളെ, പക്ഷേ സ്നേഹത്തോടെ അലി റളിയല്ലാഹു അൻഹു ആ പടയങ്കി ജൂതന് ദാനം ചെയ്തു, സമ്മാനമായി നൽകി എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ,